എവരിവൺ, വെൽക്കം ടു RMX. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ട്രാക്കിൽ നിന്ന് വോക്കൽസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ലൈക്ക് വോക്കൽസ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് മെയിനായിട്ട് കരോക്കെ പാടുന്നവരുണ്ട്, അവർക്കിത് ഹെൽപ്പാവും. അതേപോലെ DJs അല്ലേ, DJ പാർട്ടികളിലെ സിങ്കർണൈസ് ട്രാക്ക് നമ്മൾ സിങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ചിലർ റീമിക്സ് ചെയ്യാൻ വേണ്ടി, പുതിയ പാട്ടുകൾ റീമിക്സ് ചെയ്യാൻ വേണ്ടി ഈ ടൈപ്പ് ഓഫ് രീതികൾ ചെയ്യാറുണ്ട്. ഇതൊന്നും അല്ലാതെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, അതായത് ഡ്രംസൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ ട്രാക്കിൽ നിന്ന് ഡ്രംസ് അങ്ങ് റിമൂവ് ചെയ്ത് കളയുവാണെങ്കിൽ നമുക്ക് ഡ്രംസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ടൈപ്പ് എങ്ങനെ നമുക്ക് ഓഡിയോയിൽ നിന്ന് അങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. പിന്നെ അതേപോലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് ഈ ടൈപ്പ്, അതായത് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഏതിലൊരു ബ്രൗസറിൽ വരിക. എന്നിട്ട് ഞാനിപ്പോൾ ബ്രൗസറിൽ ജസ്റ്റ് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മോയ്സസ് എന്നാണ് പറയുന്നത്. ഇതൊരു AI ബേസ്ഡ് വെബ്സൈറ്റാണ്. അല്ലെങ്കിൽ ഇവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഐപാഡ് എല്ലാം ഉണ്ട്. അപ്പം ഇതിനകത്ത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്തൊക്കെയാണോ അത് തന്നെ ആയിരിക്കും അവിടെ എല്ലാം. ഫോണിനകത്താണെങ്കിൽ പോലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് മോയ്സസ് എന്ന് ചോദിച്ചാൽ, ഞാൻ കുറേ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കിട്ടുന്നൊരു ആക്യുറസി, അല്ലെങ്കിൽ ആക്യുറേറ്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ 98% നമുക്ക് അപ്പം റിമൂവ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് 98% നമുക്കത് റിമൂവ് ആവും. ബാക്കി വെബ്സൈറ്റ്സിൽ കണ്ടിരിക്കുന്നത് റിമൂവ് ആവത്തില്ല, ജസ്റ്റ് ചെറുതായിട്ടാണല്ലോ ലീക്ക് പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. അത് മാത്രമല്ല, നമ്മൾ പ്രൊഫഷണലി ഇപ്പം സ്റ്റുഡിയോസിലൊക്കെ ഇങ്ങനെ ഈ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വരുവാണെങ്കിൽ നമ്മൾ പൊതുവെ ഈ ഒരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം ഇതിനകത്തെ ഫീച്ചേഴ്സ് എങ്ങനെ എന്നൊക്കെ നോക്കാം. ആദ്യമേ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ്, ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, വെബ്സൈറ്റ് ഓപ്പൺ ആവും. പിന്നെ ഇതിനകത്ത് ബേസിക്കലി ഒരു വെബ്സൈറ്റ് കയറുമ്പോൾ ലോഗിൻ ചെയ്യേണ്ട രീതി, നമ്മുടെ Gmail വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന കഴിയുമ്പോൾ ഈ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു തുടക്കം അങ്ങനെ ഒന്നും പറയാനില്ല. ജസ്റ്റ് ഇവിടെ ഓപ്പൺ മോയ്സസ് എന്ന് കൊടുക്കുക. ഓപ്പൺ മോയ്സസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഓൾറെഡി ഞാൻ 2 ട്രാക്ക് നേരത്തെ ചെയ്തിരിക്കുന്നതാണ്. അത് വേണം നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പേജ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ആഡിങ് സോങ് എന്ന് കാണും, അവിടെ അപ്ലോഡ് കൊടുക്കുക. ഡ്രാഗ് ഓർ സെലക്ട് അപ് ടു 5 ഫയൽ, അതായത് നമുക്കൊരു 5 ഫയൽ നമുക്കിതിനകത്ത് പെർ മന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്യുക എന്നുള്ളത് ആണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് കാണാം, MP3, വേവ്, ഫ്ലാഷ്, M4A അങ്ങനെ കാണാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡ്രാഗ് ചെയ്യാം. വേവ് ഫയൽസ് ആൻഡ് MP3 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, വേവ് ഫയൽസ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഫയലായിരിക്കും. MP3 എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് ഫയലായിരിക്കും, ക്വാളിറ്റി കുറവായിരിക്കും. അപ്പം ഏത് ഫയൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഡ്രാഗ് ചെയ്ത് ഇടാം, ഇമ്പോർട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പം പ്രീമിയം എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ സെയിം ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു മാസം നമുക്ക് 5 ഫയൽ മാത്രമേ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്തായാലും നിലവിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ എങ്ങനെ ഒരു ട്രാക്ക് നമുക്ക് നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ട്രാക്ക് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും, അതും കൂടെ നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ ആദ്യമേ ഞാനിപ്പം നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മളിപ്പം പോയി ജസ്റ്റ് ക്രോമിൽ വന്നിട്ട് ഏതിലൊരു സോങ് എടുക്കുക, എന്നിട്ട് ഷെയർ കൊടുക്കുക, കോപ്പി ലിങ്ക് കൊടുക്കുക. കോപ്പി ലിങ്ക് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പുതിയ ബ്രൗസർ എടുത്തിട്ട് യൂട്യൂബ് ടു MP3 അങ്ങനെ എന്തെങ്കിലും ഒരു കൺവേർട്ടർ വെബ്സൈറ്റിൽ നിന്ന് കയറുക. എന്നിട്ട് ഇത് കൺവേർട്ട് ചെയ്തിട്ട് കറക്റ്റ് കോപ്പി അടിക്കുക. അങ്ങനെ ഒരു ബേസിക് രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ പിന്നെയുള്ള നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാലാണ് ഐട്യൂൺസ്. നമ്മളിപ്പം മാക് യൂസർ ആണെങ്കിൽ, ആപ്പിൾ യൂസർ ആണെങ്കിൽ ഐട്യൂൺസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം സോങ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതുണ്ട്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും 18 രൂപ. അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേവ് ക്വാളിറ്റി തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും. അതും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതാണ്, ബട്ട് നമുക്കത് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് എങ്ങനെയാണൊരു കറക്റ്റ് ഒരു പ്രോപ്പർ വേയിൽ നമ്മളൊരു ട്രാക്ക് പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
നമ്മളത് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പാട്ട് ഞാനിപ്പം ഡ്രാഗ് ചെയ്തു. അപ്പം കാണാൻ പറ്റും 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ബേസിക് സെപ്പറേഷനകത്ത് 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ വോക്കൽസ്, ഡ്രം, ബേസ്, അതേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, 4 ട്രാക്ക്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസ് ഗിറ്റാർ അല്ലെങ്കിൽ ഡ്രംസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 4 ട്രാക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പക്ഷേ നേരെ മറിച്ച് കരോക്കെ യൂസ് ചെയ്യുന്നവരാണ്, അതായത് കരോക്കെ പാടാൻ മാത്രം, വോക്കൽ മാത്രം എനിക്ക് റിമൂവ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഈ ഒരു വോക്കൽ പ്ലസ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള 2 ട്രാക്കിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ ആവർത്തിക്കാം, വോക്കൽ, ഡ്രംസ്, ബേസ്, അതേഴ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഈ വോക്കൽ, ആ ട്രാക്കിൽ നിന്ന് വോക്കൽ, ഡ്രംസ്, ബേസ്, അതേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രംസ് വായിക്കുന്നവനാണെങ്കിൽ ഡ്രംസ് വേണ്ടെങ്കിൽ ഡ്രംസ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ബാക്കി വോക്കൽസും ബേസും അതേഴ്സും അവിടെ കാണും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ലോജിക്. അപ്പം നിലവിൽ ഞാനിപ്പം 2 ട്രാക്ക് കൊടുക്കുവാണ്. എന്നിട്ട് നേരെ സബ്മിറ്റ് കൊടുക്കുമ്പം നമ്മൾ ആ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫയൽ, ഇതിപ്പോൾ അങ്ങനെ ഒരു പോപ്പ് വരും, ഫയൽ അവർ സെർവറിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. അപ്പം ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം സെർവറിൽ അത് പോയി അവരത് AI ബേസ്ഡ് ആണ്. അപ്പം AI രീതി പോകുന്നതായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ബട്ട് നമുക്കിവിടെ കാണാം ഒറിജിനൽ മിക്സും പിന്നെ 3 ട്രാക്ക്, അതായത് 3 ട്രാക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് വോക്കൽ, അതേഴ്സ്, പിന്നെ സ്മാർട്ട് മെട്രോണം എന്ന് പറഞ്ഞു. മെട്രോണം എന്ന് പറഞ്ഞാൽ ഒരു ടിക് 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 സൗണ്ടാണ്. ആ ടിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെമ്പോ എത്ര സ്പീഡിലാണ് ഇത് പോകുന്നത് എന്നാണ് അതിൻ്റെ ഒരു ഐഡിയ. ഇവിടെ കാണാൻ പറ്റും നമുക്ക് വോക്കൽസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അതേഴ്സ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് നമ്മൾ DAW എന്ന് പറയും സൗണ്ട്. ഇതിനകത്ത് DAW പോലെ തന്നെയാണ് രണ്ട് ട്രാക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ട്രാക്കായിട്ട് കാണാൻ പറ്റും, വോക്കൽസ് പ്ലസ് നമ്മുടെ അതേഴ്സ്. അപ്പോൾ അത് കൂടാതെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ടെമ്പോ. ഇപ്പം നൃത്തം വായിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് മെയിനാണ് ഏത് ടെമ്പോയിലാണ് ഇത് പോകുന്നത് എന്നുള്ളത്. അതേപോലെ പിന്നെ ഉള്ളതാണ് ഏത് സ്കെയിലാണ് അല്ലേ, അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കോഡ്സ് കാണാൻ പറ്റും. കോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് ഏത് കോഡാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നിലവിലുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഇതെല്ലാം മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്പോർട്ട് കൊടുക്കാം. ജസ്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം വോക്കൽസ്, അതേഴ്സ് എന്നാണ്. അപ്പം നമുക്ക് വോക്കലാണ് ആ ട്രാക്കിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നേരെ പോവുക, അതേഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതായിരിക്കും ഡൗൺലോഡ് ആകുന്നത് കേട്ടോ. വോക്കൽസ് ആണെങ്കിൽ വോക്കൽസ് മാത്രം ഡൗൺലോഡ് ആകും, അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ് മാത്രം. അപ്പോൾ നമുക്ക് വേണ്ട നിലവിൽ അതേഴ്സ് ആണ്. അതുകൊണ്ട് ഇത് പെയ്ഡ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് MP3 കിട്ടുന്നത്. പെയ്ഡ് ആയിരുന്നു നമുക്ക് വേവ് ഫയലും കിട്ടിയത്. അപ്പം ഞാനിപ്പോൾ അതേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിവിടെ റീഡാവും, അത് ജസ്റ്റ് അനലൈസ് ചെയ്യും. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ സാധാരണ ഒരു ട്രാക്ക് എങ്ങനെയാണോ ഡൗൺലോഡ് ആകുന്നത് അതേപോലെ തന്നെ ഡൗൺലോഡ് ആകും ഇതിനകത്ത്, വെബിനകത്ത്. അപ്പം നിലവിൽ ഇതാണ് ഒരു ബേസിക് എങ്ങനെയാണൊരു പ്രോപ്പർ വേയിൽ നമ്മളൊരു കരോക്കെ അല്ലെങ്കിൽ ഒരു മൈനസ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ രീതിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതേപോലത്തെ കുറേ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ എന്നാൽ.